ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഈ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ചാപ്റ്റർ 1 എക്സാമ്പിൾസ് ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് എക്സാമ്പിൾസ് കുറച്ച് ചെയ്യും. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. ക്വസ്റ്റ്യൻ ചെറുതായിട്ട് എഴുതിയേക്കും. നിങ്ങൾ ടെക്സ്റ്റിലുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കണേ. When a small vessel was filled and emptied 5 times and a big one 2 times. ഒരു സ്മോൾ വെസൽ 5 ടൈംസും ഫില്ല് ചെയ്തിട്ട് എംറ്റി ചെയ്തു. ബിഗ് വെസലാണ് 2 ടൈംസ് ആണ്. ഇൻ എ ബക്കറ്റ് ഇറ്റ് കണ്ടെയ്ൻ 20 ലിറ്റർ. അപ്പം എത്ര ലിറ്റർ ഉണ്ട്? ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻസ്റ്റെഡ് ഇറ്റ് വാസ് ഡൺ ട്വൈസ് വിത്ത് ദ സ്മോൾ ആൻഡ് ത്രൈസ് വിത്ത് ദി ബിഗ് ഇറ്റ് കണ്ടെയ്ൻ 19 ലിറ്റർ. ഹൗ മച്ച് ക്യാൻ ഈച്ച് വെസൽ ഹോൾഡ്? രണ്ട് വെസൽ, ഒരു ചെറിയ വെസലും ഒരു വലിയ വെസലും. ചെറിയ വെസലിനകത്ത് എത്രയാണ്? 5 ടൈംസ് വെള്ളവും ബിഗിനകത്ത് 2 ടൈംസും കൂടെ നിറച്ചിട്ട് വേറെ പാത്രത്തിൽ ഒഴിച്ചപ്പോഴത്തേക്കും എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? 20 ലിറ്റർ ഉണ്ടായിരുന്നു. സെയിം ടൈമിൽ നമ്മൾ ട്വൈസ് ചെറിയ ബക്കറ്റിനകത്ത് രണ്ട് ചെറിയ ബക്കറ്റും 3 വലിയ ബക്കറ്റും കൂടെ നിറച്ച് ഒരു ബക്കറ്റിൽ ഒഴിച്ചപ്പോൾ 19 ലിറ്ററും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ ബക്കറ്റിലും എത്ര, ഹൗ മച്ച്, ഒരു ബക്കറ്റിൽ എത്ര വെള്ളം കൊള്ളും? ചെറിയ ബക്കറ്റിൽ എത്ര വെള്ളം കൊള്ളും? വലിയ ബക്കറ്റിൽ എത്ര വെള്ളം കൊള്ളും? അപ്പം നമുക്ക് ആദ്യം വേരിയബിൾസ് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും പോലെ ലെറ്റ് കപ്പാസിറ്റി അല്ലേ ഓരോരുത്തരുടെയും വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവല്ലേ, അതിന് നമ്മൾ എന്നാ പറയുന്നത്? കപ്പാസിറ്റി. ലെറ്റ് കപ്പാസിറ്റി ഓഫ് സ്മോൾ വെസൽ എന്നാന്ന് എഴുതും? സ്മോൾ വെസലിനെ നമുക്ക് എക്സ് എന്നും കപ്പാസിറ്റി ഓഫ് ബിഗ് വെസലിനെ നമുക്ക് വൈ എന്നും കൊടുക്കും. ഓക്കെ, കണ്ടീഷൻ എഴുതാകുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? വെൻ എ സ്മോൾ വെസൽ വാസ് ഫിൽഡ് ആൻഡ് എംപ്റ്റീഡ് 5 ടൈംസ്. അപ്പൊ സ്മോൾ എത്ര ടൈംസ് ആണ്? 5. എക്സ് സ്മോളിന്റെ നമ്മൾ വേരിയബിൾ എന്നാ കൊടുത്തേക്കുന്നത്? 5x. അപ്പൊ നമ്മൾ എന്നാ എഴുതും? 5x കേട്ടോ. 5 ടൈംസ് പറഞ്ഞ 5x ചെറിയ ബക്കറ്റ് വലിയ ബക്കറ്റ് 2 ടൈംസും. അപ്പൊ വലുതിന്റെ വേരിയബിൾ y. അപ്പൊ 2 ടൈംസ് പറയുമ്പോൾ 2y. ഓക്കെ, രണ്ടും കൂടെ എന്നാ ചെയ്യാനാ പറഞ്ഞേ? അത് രണ്ടും കൂടെ ഒരു ബക്കറ്റ് വേറൊരു വലിയ പാത്രത്തിൽ കൊണ്ട് ഒഴിച്ചു. അതായത് ചെറിയ ബക്കറ്റില് 5 പ്രാവശ്യവും വലിയ ബക്കറ്റിൽ 2 പ്രാവശ്യവും വെള്ളം നിറച്ചിട്ട് വേറൊരു ബക്കറ്റിൽ കൊണ്ട് നിറച്ചു ഒരുമിച്ച് ഒഴിച്ചു. അപ്പൊ അതെന്തായി? പ്ലസ് ആയി. അപ്പൊ എത്ര ലിറ്റർ വന്നു? 20 ലിറ്റർ വന്നു. ഫസ്റ്റ് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്നാ പറഞ്ഞേ? ട്വൈസ് വിത്ത് സ്മോൾ. അപ്പം ചെറുത് എത്രയാണ്? ട്വൈസ് എന്ന് പറഞ്ഞാൽ 2x. ചെറുതിന് x ആയുണ്ട്. മറ്റേത് ത്രൈസ് വിത്ത് ബിഗ്. ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ്. 3y is equal to എത്ര വന്നു? 19 എന്ന് വന്നു. നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. നമുക്ക് ചെയ്യാൻ അറിയാം. ഇത് എക്സിന്റെ വൈയുടെ വാല്യൂ കാണണം. പക്ഷേ നമ്മൾ എപ്പോഴും എങ്ങനെയാ മക്കളെ നോക്കുന്നത്? എങ്ങനെ നോക്കണം? ആരെങ്കിലും ഒരുപോലുണ്ടോ? എക്സ് ഒരുപോലാണോ? അല്ല. വൈ ഒരുപോലാണോ? അല്ല. അപ്പം എന്ത് ചെയ്യണം? ഇവരെ ആരെങ്കിലും ഒരാളെ ഒരുപോലെ ആക്കണം. ഓക്കെ, അപ്പൊ ഒരുപോലെ ആക്കണമെങ്കിൽ ഇവിടെ നോക്കി നമുക്ക് എക്സിനെ ആക്കാം. ഇവിടെ 5x, ഇത് 2x. ഇവ രണ്ട് മൾട്ടിപ്പിൾസ് ആണോ? 5ന്റെ മൾട്ടിപ്പിൾ ആണോ 2? 2ന്റെ മൾട്ടിപ്പിൾ ആണോ 5? അല്ലല്ലോ. അപ്പൊ നമുക്ക് രണ്ടുപേരെ മാറ്റണം. അത് ഒരുപോലെ ആക്കണമെങ്കിൽ അപ്പൊ ഇതുകൊണ്ട് ഇതുപോലെ വരുവാണെങ്കിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള, അതായത് ഇവർക്ക് LCM ഇല്ല, ഇവര് മൾട്ടിപ്പിൾ അല്ല. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് മക്കളെ, ഓർക്കുന്നുണ്ടോ? മൾട്ടിപ്പിൾ ആയിട്ട് വന്നത്. മൾട്ടിപ്പിൾ ആകുമ്പം എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റേതിനോട് തുല്യമാകും നോക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോ കാണണേ. അപ്പം ഇത് മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ആ കേസിൽ നമ്മൾ എന്നാ ചെയ്യുന്നറിയാവോ? എളുപ്പ വഴിയാണ്. ഈ 5x-നെ എന്നാ ചെയ്യുന്നറിയോ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 2x-നെ എന്നാ ചെയ്യുന്നറിയോ? 5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ അവിടെ മൾട്ടിപ്ലൈ കിട്ടുമല്ലോ. നോക്കിയേ, ഇവരെ എന്നാ ചെയ്യും? മൾട്ടിപ്പിൾ വിത്ത് 2. അതായത് താഴത്തെ 2x 5x അല്ല നമ്മൾ വാല്യൂസ് എടുത്തത്. അപ്പൊ 2 കൊണ്ട് ഇവിടെ എല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 5 കൊണ്ട്. ഇപ്പൊ നമ്മള് നിങ്ങളിപ്പോ വൈയുടെ എടുക്കുന്നെങ്കിൽ എന്നാ ചെയ്തേനെ? മേളില് 3 കൊണ്ട്. അപ്പൊ നോക്കിയാൽ 2ഉം 3ഉം അവർ രണ്ട് മൾട്ടിപ്പിൾസ് അല്ല. 2ന്റെ ടേബിളിൽ 3 ഇല്ല, 3യുടെ ടേബിളിൽ 2 ഇല്ല. അപ്പൊ നമ്മൾ എന്നായും? മേളിലുള്ള ഫസ്റ്റ് വണ്ണിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, താഴെയുള്ളതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. നമ്മളിപ്പോ ഇവിടെ എക്സ് അല്ലേ എടുത്തേ. അപ്പൊ ഞാൻ മാറ്റി എഴുതാൻ പോണേ. അതായത് ഈ ഫുൾ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 10x പ്ലസ് 2 × 2 4y 20 × 2 40. ഇക്വേഷൻ മാറി, ഞാൻ നമ്പർ 3 എന്ന് എഴുതി. അടുത്തത് ഇതിനെ എന്നാ ചെയ്യണം? 5 കൊണ്ട്. 5 × 2 10x ഓക്കെ പ്ലസ് 5 × 3 15y is equal to 9 × 5 എത്രയാണ്? 95 അല്ലേ? ഇക്വേഷൻ നമ്പർ
4 എന്നും എഴുതും. ഇത്ര മനസ്സിലായില്ലേ മക്കളെ? നമുക്കിനി മേള് തൊട്ട് തുടയ്ക്കാം. നമുക്ക് സ്ഥലമില്ലല്ലോ, അപ്പോൾ മേളിലങ്ങ് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ എഴുതി തുടങ്ങിയാലോ. ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റിലുണ്ട്. നമ്മുടെ ഇക്വേഷൻ ഇപ്പം മാറി. എന്തായിട്ട് മാറി? ഞാൻ ഇവിടോട്ട് എഴുതാവേ. 10x + 4y = 40 എന്നും ഇക്വേഷൻ നമ്പർ 3. 10x + 15y = 95 ഇക്വേഷൻ നമ്പർ 4 എന്നും കിട്ടി. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ടേം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒരു ടേം ഒരുപോലെ ആയിട്ടുണ്ട് അല്ലേ? എക്സ് ടേം ഒരുപോലായി. ഇനി ഇവരെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? രണ്ടുപേരും പ്ലസ് ആണ്. അങ്ങനെ പ്ലസ് ആക്കാൻ പറ്റുമോ? രണ്ടുപേരും പ്ലസ് ആണ്, നമുക്ക് ക്യാൻസലേഷൻ നടക്കുമോ? ഇല്ല. ഒരാൾ പ്ലസും ഒരാൾ മൈനസും ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ആക്കണമെങ്കിൽ ഈ ഒരു 10x ഇത് പ്ലസ് ആണ് കിടക്കുന്നത്, അത് മൈനസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സൈൻ മൈനസ് വരുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി പ്ലസ് ആണ്, അത് മൈനസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ മക്കളെ? അപ്പൊ ഞാൻ ഈ തേർഡ് വണ്ണാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ ഫോർത്ത് വണ്ണ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്നാ പ്രശ്നമൊന്നുമില്ല. സൈൻ അങ്ങ് മാറ്റി കൊടുക്കുക, അവരുടെ ഉള്ള സൈൻ അങ്ങ് മാറും. പ്ലസ് 10x ആയിരുന്നു, മൈനസ് 10x ആയി. പ്ലസ് 4y ആയിരുന്നു, മൈനസ് 4y ആയി. പ്ലസ് 40 ആയിരുന്നു, മൈനസ് 40 ആയി. ഇക്വേഷൻ നമ്പർ 5 എന്ന് എഴുതി. ഇക്വേഷൻ മാറിയതുകൊണ്ട് അങ്ങ് എഴുതാം. ഇതിന് മാറ്റം വല്ലതും ഉണ്ടോ? അതുപോലെ തന്നെ അങ്ങ് എഴുതാം. നോക്കിയേ മക്കളെ, ക്യാൻസൽ ചെയ്യാം. ഇത് മൈനസ് 10x, ഇത് പ്ലസ് 10x, രണ്ടുപേരും ക്യാൻസലായി. ഇനി ബാക്കിയുള്ളവരെ വെച്ച് ചെയ്താൽ പോരെ. ഇനി y നോക്കിയേ, -4 + 15. ഒരു പ്ലസും മൈനസും വന്നാൽ പറഞ്ഞ് സബ്ട്രാക്ട് ചെയ്യും അല്ലേ? അപ്പൊ എത്ര? 15 നിന്ന് 4 പോകെ 11. y ആരുടെ സൈൻ? വലുതിന്റെ സൈൻ. പ്ലസ് = ഇവിടെ -40 + 95, പ്ലസും മൈനസും വന്നു, സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് 5 4 9. എന്നിട്ട് ആരുടെ സൈൻ? വലുതിന്റെ സൈൻ. വലുത് പ്ലസ് അല്ലേ? 95 അല്ലേ? 5 5 4 9. ഓക്കെ. 11y = 55. y ഒറ്റയ്ക്ക് ആക്കിക്കേ. 11നെ ഇപ്പുറത്ത് കൊണ്ടുപോകണം. 11 ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു മക്കളെ? പറഞ്ഞേ. 11 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 11y. ഇവിടെ വരുമ്പം ഡിവിഷൻ. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? അപ്പൊ വൈയുടെ വാല്യൂ കിട്ടി. എത്രയാണ്? 5. നമുക്ക് എക്സിന്റെ കണ്ടുപിടിക്കണ്ടേ? ഏതെങ്കിലും ഇക്വേഷൻ നമ്മൾ ആദ്യമേ ഇക്വേഷൻ എഴുതിയായിരുന്നു. ആദ്യമേ 2 ഇക്വേഷൻ എഴുതിയായിരുന്നു. എന്നായിരുന്നു? ഫസ്റ്റ് സെക്കൻഡ് എന്നായിരുന്നു? 5x ഇങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് 5x + 2y = 20 എന്നും അല്ലേ? 2x + 3y 2x + 3y = 90. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റും സെക്കൻഡും. അത് മാറ്റി ഓരോ ചേഞ്ചസ് വരുത്തിയത് കൊണ്ടാണ് അത് 3 ആയി, 4 ആയി, 5 ആയത്. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഏതെടുത്താലും ഒരു പ്രശ്നമില്ല മക്കളെ. ഏതെങ്കിലും ഇക്വേഷനകത്തോട്ട് വൈയുടെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അതിനകത്തോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനും കൊടുക്കുക കേട്ടോ. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ ഇതായിരുന്നു, 5x + 2y. അപ്പം 2 × വൈയുടെ സ്ഥാനത്ത് എന്നാ കൊടുക്കും? 5 കണ്ടോ? = 20 ആണ്. ദാറ്റ് ഈസ് 5x + 5 × 2 10 = 20. 5x ഒറ്റയ്ക്ക് ആക്കിക്കേ. ഈ 10 ഇപ്പുറത്ത് പോകണം. ഇപ്പുറത്ത് പോകുമ്പോൾ എന്നാ ചെയ്യും? ഞാൻ എപ്പോഴും പറയും 20 ആണ് അവിടെ ഉള്ളത്. അവരെ ആദ്യം എഴുതിയിട്ട് പിന്നെ വേണം പോകുന്ന 10നെ എഴുതാൻ. ഇവിടെ +10 ആയിരുന്നു. അപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ -10. അപ്പൊ ആൻസർ എത്രയാണ്? 20 - 10 10. അപ്പൊ 5x = 10 ആണ്. അപ്പൊ x എന്നാ വരും? 10. ഇവിടെ 5 കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ ഡിവിഷൻ. അപ്പൊ എത്ര വരും? 2. 5 × 2 ആണ് 10. അപ്പൊ എക്സിന്റെ വാല്യൂ 2 കിട്ടി, വൈയുടെ വാല്യൂ വൈയും കിട്ടി. എന്തായിരുന്നു നമ്മുടെ എക്സും വൈയും? എക്സും വൈ എന്ന് പറഞ്ഞാൽ, എക്സ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് സ്മോൾ വെസലും വൈ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി. അപ്പൊ നമുക്ക് എഴുതാം, കപ്പാസിറ്റി ഓഫ് സ്മോൾ വെസൽ എത്രയാണ്? എക്സ് ആണ്, 2 ലിറ്ററും. കപ്പാസിറ്റി ഓഫ് ലാർജ് വെസൽ = 5 ലിറ്ററും.
കണ്ടോ, നമ്മൾ ഈ പ്രാവശ്യം ചെയ്ത എല്ലാം സെയിം ആണ് ചെയ്തത്. നമ്മൾ ഇക്വേഷനൊക്കെ ഉണ്ടാക്കി സെയിം ആയിട്ടാണ് മക്കളെ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഒരുപോലെ ആക്കാൻ പറ്റിയില്ല, ഒരുപോലെ ഉള്ളത് തന്നിട്ടില്ല. അതോ തന്നിട്ടുള്ള ഇക്വേഷനകത്ത് വാല്യൂസ് മൾട്ടിപ്പിൾസും അല്ല. അപ്പം മൾട്ടിപ്പിൾസ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ ഒരുപോലെ ആക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒന്നുമില്ല, ഏതാണോ എടുക്കുന്നത് താഴത്തോട്ട് മേളിനെ മൾട്ടിപ്ലൈ ചെയ്യുക, മേളത്തെ സംഖ്യയോട് താഴത്തെ മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ കുറച്ച് എക്സാമ്പിളിലൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിത് നന്നായിട്ട് ചെയ്യാൻ പഠിക്കും. എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് 2 പ്രാവശ്യം കണ്ടിട്ട് നിങ്ങളിത് തന്നെ ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട് കേട്ടോ, ഇതിനകത്ത് ശരിക്കും കണ്ടില്ലെങ്കിലും ടെക്സ്റ്റിലുണ്ട്. മക്കളെ ഇത് ചെയ്ത് നോക്കണേ, എന്നാലും നമ്മൾ പഠിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഈസി ആക്കണ്ടേ, മാത്സ് ഈസി ആകണ്ടേ, മാത്സിനോടുള്ള ആ വെറുപ്പ് മാറണ്ടേ, ഈസി ആക്കി തരാം ഞാൻ. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ മക്കളെ, താങ്ക് യു.